റെഗുലർ പെൻ 120. യെസ്, അത് ഹെക്സഗൺ. ഹെക്സഗൺ ആണ് 120. പെന്റഗൺ എത്രയാ? റെഗുലർ പെന്റഗൺ. ഇതാ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടോ? അതിൽ തന്നിരിക്കുന്ന ചിത്രം കണ്ട, ഇതാണ് അല്ലേ? അല്ലേ, ഇതല്ലേ മക്കളെ? അപ്പൊ അതില് ഈ ആംഗിളിന്റെ അളവ് ചോദിച്ചുള്ള PQR. അപ്പൊ അതിൽ ഇത് നമുക്കറിയാം 120. ഇതറിയാം എത്രയാ? 108. അപ്പൊ PQR എത്രയാണെന്ന് പറഞ്ഞൂടെ? 120. എങ്ങനെ കിട്ടി 120 എന്ന്? 120 ആണോ വരിക? എങ്ങനെയത് കിട്ടിയത് അത് പറയും. ആ 360 ആണ് വരിക. അത് ഓക്കെ, നീ പറഞ്ഞു. 360 ആകുമ്പോ ഇത് 120 ആണോ വരിക? ഇത് മൂന്നും കൂടി കൂട്ടിയാൽ 360. അത് ശരിയാ. 360 അപ്പൊ ഈ 120 കുറച്ചു. അപ്പൊ എത്ര വന്നു? 240 അല്ലേ? വീണ്ടും അതിന് 108 അല്ലേ കുറയ്ക്കുക? അപ്പൊ 8 10 ആവാൻ 2, ബാക്കി 1. 1 0 1, 1 4 ആവാൻ 3, 1 2 ആവാൻ 3, 132 അല്ലേ വരിക? ശരിക്ക് കുറച്ച് നോക്കണം കേട്ടോ, എന്നിട്ട് വേണം ഉത്തരം എഴുതാൻ. എടാ, ഈ ഹെക്സഗണിന്റെ ഒരു ആംഗിള്, അതായത് റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ എല്ലാ ആംഗിളും 120 വീതല്ലേ? ഇനി റെഗുലർ പെന്റഗൺ ആണെങ്കിൽ എല്ലാ ആംഗിളും 108 വീതം, 108 അല്ലേ? ഇനി ഒരു പോയിന്റിന് ചുറ്റുള്ള എല്ലാ ആംഗിളുകളും കൂട്ടിയാൽ എത്ര കിട്ടും? ഈ 3 ആംഗിളുകളും കൂട്ടിയാൽ എത്ര കിട്ടും? 180. നന്നായിണ്ട്. ഇതപ്പോ ഞാൻ നിങ്ങളെ 360 അല്ലേ? 360 ശരിയല്ലേ? അപ്പൊ ആ 360യിൽ നിന്ന് ഇത് ഓരോന്നും മൈനസ് ചെയ്യാം. അതായത് ഇതാ ഇവിടുത്തെ 120, ഇവിടുത്തെ 108. അപ്പൊ ഇത് രണ്ടും, ഇത് 120, ഇത് 108. അപ്പൊ ഇത് എത്രയാന്ന് കിട്ടാൻ എന്ത് ചെയ്യും? 3 കൂടി കൂട്ടിയ 360 അല്ലേ? 360 120 കുറച്ചു, പിന്നെ 108 കുറച്ചു. 360 120 കുറച്ചപ്പോൾ 240 കിട്ടി. അപ്പൊ ഇത് വരച്ച് ചെയ്യാ. അത് കഴിഞ്ഞാൽ അതിന്റെ ചുവട്ടിലത്തെ കണക്ക് ചെയ്യാ. നിങ്ങൾ ചെയ്യാ കേട്ടാ. അത് കഴിഞ്ഞാൽ പറയണം മാഷോട് കേട്ടാ. തനിയെ ചെയ്യണം കേട്ടാ. ഓക്കെ. ഓക്കെ. 108, 90, 120. അപ്പൊ 108 120 ഓൾറെഡി കുറച്ചുണ്ട്. 132 90 കൂടി കുറച്ചു. അപ്പൊ 2 9 12 ആവാൻ കിട്ടിയാ? 42. ഓക്കെ. പിന്നെ അടുത്തേക്ക് കിടക്കാം. ഇതാ
In the figure ABCDE, F is a regular hexagon. Prove that BDF drawn joining alternate vertices is equilateral. അതാണ് ഇവിടെ പറഞ്ഞത്. ഇത് നമ്മൾ ശരിക്ക് ഒന്നാമത്തെ പാഠത്തില് ഒരു ഭാഗമായിട്ട് വരുന്നൊരു കണക്കാ. ചെയ്യാം നമുക്കിത് പ്രൂവ് ചെയ്യാനുള്ള കണക്കാണ്. എന്താ പറയണത്? ABCDEF. അപ്പൊ അത് വരയ്ക്കാം. ഞാനിതാ വരയ്ക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാട്ടാ. ABCDEF. ABCDEF. കാണിക്കാം ഒരു മിനിറ്റ്. റെഡി ആയില്ലേ? അപ്പോ ഇതിൽ പറയണത് ഈ 3 ട്രയാങ്കിളും ഈക്വൽ ആണ് എന്ന് തെളിയിക്കാനാണ്. അപ്പൊ അതെങ്ങനെ തെളിയിക്കുക? 3 ട്രയാങ്കിളും ഈക്വൽ ആണ് എന്ന് തെളിയിക്കാൻ നമ്മൾ ഒന്നാമത്തെ പാഠത്തില് ഒരു ട്രയാങ്കിൾ മറ്റൊരു ട്രയാങ്കിളുമായിട്ട് ഈക്വൽ ആകുന്ന സാഹചര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്ന്, 3 സൈഡുകൾ ഈക്വൽ ആവുക, അല്ലെങ്കിൽ 2 സൈഡും. വെരി ഗുഡ്. പിന്നെയോ 2 ആംഗിളും 1 സൈഡും അല്ലേ? അപ്പൊ ഒരു ആംഗിളും 2 സൈഡും എന്നല്ല പറയണ്ടേ, 2 സൈഡും അതിനിടയിലുള്ള ആംഗിളും. അതിനല്ലേ നമ്മൾ പഠിച്ചുള്ളത്? അപ്പൊ ആദ്യത്തെ 3 സൈഡുകൾ അതിന് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്താ പറയാ? SSS അല്ലേ? രണ്ടാമത്തെ എന്തുട്ടാ? SAS. മൂന്നാമത്തെയോ? AS. അപ്പൊ അതിലിവിടെ ഏതെങ്കിലും നടക്കുമോ നോക്കാം. നമുക്ക് ഈ 3 ട്രയാങ്കിളാണ് ഈക്വൽ ആണ് തെളിയിക്കണം. ഇതിലെ ഒരു കാര്യം നമുക്കറിയാം, എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. കാരണം റെഗുലർ ഹെക്സഗൺ അല്ലേ? അപ്പോ ഈ 3 ട്രയാങ്കിൾ എടുത്ത് നോക്കുമ്പോൾ 2 സൈഡ് വീതം ഈക്വലായി. ശരിയല്ലേ? ഇനി എല്ലാ ആംഗിളും 120 ആണ് അല്ലേ? അപ്പൊ ഇത് 120, ഇത് 120, ഇത് 120. അല്ല, അതിന്റെ ആവശ്യമില്ല. നമുക്ക് കഴിഞ്ഞു. നമ്മുടെ തെളിയിച്ചു കഴിഞ്ഞില്ലേ? 2 സൈഡും നടുവിലുള്ള ആംഗിളും. നമ്മള് ആവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതി. കണക്ക് ഇങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്യണ്ട. നമുക്ക് ആവശ്യമുള്ളത് ഈ 3 ട്രയാങ്കിളും ഈക്വൽ ആണോ എന്ന് പരിശോധിക്കലാണ്. അപ്പൊ അതിന് 3 സൈഡുകൾ വീതം ഈക്വൽ ആക്കാൻ പറ്റുമോ നോക്കുന്നു. പറ്റില്ല. പക്ഷെ 2 സൈഡ് വീതം ഈക്വൽ ആണ്, അത് പറ്റും. അതിന്റെ ഇടയിലുള്ള ആംഗിൾ ഈക്വൽ ആണ്, പറ്റും. അപ്പൊ ഈ 3 ട്രയാങ്കിൾ ഈക്വൽ ആയില്ലേ? അപ്പൊ ഇവിടെ ഏതാ നിയമം? SSS ആണോ, SAS ആണോ, ASA ആണോ? ഏതാ? അല്ലേ? ഏതാ? SAS. അപ്പൊ നമ്മൾ ഇതൊന്ന് സ്റ്റെപ്പ് എഴുതി ചെയ്യുകയാണെങ്കിൽ, ആദ്യത്തെ ട്രയാങ്കിളിന്റെ പേര് ട്രയാങ്കിൾ FAB,
ട്രയാങ്കിൾ BCD, കോമ ട്രയാങ്കിൾ DEB അല്ല DEF. അതായത് ഈ ട്രയാങ്കിളുകളിൽ ട്രയാങ്കിൾ FAB, ട്രയാങ്കിൾ BCD, ട്രയാങ്കിൾ DFE അല്ല DEF, അതിലെല്ലാത്തിലും നമുക്ക് പറയാം FA ഈക്വൽ അല്ല, ഈ സൈഡുകളൊക്കെ ഈക്വൽ അല്ലേ? FA ഈക്വൽ, AB ഈക്വൽ, BC ഈക്വൽ, CD ഈക്വൽ, DE ഈക്വൽ, DE, പിന്നെ എന്താ DEF ഏതാ? ഇതല്ലേ? ഓ, അത് B തന്നെയാണ്. ശരി, ആ ഓക്കെ. അപ്പൊ ഇതെല്ലാം ഈക്വൽ ആണ്. കാരണം എന്താ? റെഗുലർ ഹെക്സഗൺ. ശരിയല്ലേ? അതാണ് കാരണം. ഇനി ആംഗിൾ A ഈക്വൽ ആംഗിൾ B അല്ല, ആംഗിൾ B വേണ്ട, നമുക്ക് വേണ്ടത് C അല്ലേ? ആംഗിൾ E ഈക്വൽ 120. എന്താ കാരണം? ഇതന്നെ കാരണം, റെഗുലർ ഹെക്സഗൺ. ശരിയല്ലേ? Therefore triangle FAB equal triangle BCD equal triangle DEF. ഇത് 3 ട്രയാങ്കിൾ ഈക്വൽ ആയി. എന്താ റീസൺ? SAS. ഇനി നമ്മൾ ബുക്കിൽ എഴുതിയ പോലെയാണെങ്കിൽ 2 sides and angle between them are equal to 2 sides and angle between them of another triangle. അങ്ങനെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ SAS. ഓക്കെ, ചെയ്യാൻ പറ്റൂത്? In the figure, ABCDEF is a regular hexagon. Is a regular hexagon. Prove that ACDF is a rectangle. ഒരു മിനിറ്റ്, ഞാൻ 10ാം ക്ലാസ് എനിക്കൊരു മെസ്സേജ് ഇട്ടെ. ACDEF is a rectangle. അപ്പോ ഇവിടെ തന്നിരിക്കുന്നത് ABCDEF എന്ന് പറയുന്ന ഹെക്സഗൺ ആണ്. തെളിയിക്കാൻ പറഞ്ഞുള്ളത് ACDE ഒരു റെക്ടാങ്കിൾ ആണെന്നാണ് തെളിയിക്കാൻ പറഞ്ഞത്. അപ്പൊ റെക്ടാങ്കിളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ, ഒരു റെക്ടാങ്കിളിനെ റെക്ടാങ്കിൾ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ എന്താണ് റെക്ടാങ്കിൾ? ഒന്ന് പറയൂ, നിങ്ങളുടെ അഭിപ്രായത്തിൽ. നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ റെക്ടാങ്കിൾ? ഒന്ന് പറഞ്ഞേ, എന്താണ് റെക്ടാങ്കിൾ നിങ്ങളുടെ ഭാഷയിൽ? കേക്കട്ടെ മാഷ്. ആ, 4 സൈഡ്സ് ഉള്ളതിനെല്ലാത്തിനെയും റെക്ടാങ്കിൾ എന്ന് വിളിക്കുവോ? 4 സൈഡ്സ് ഉള്ള എല്ലാത്തിനെയും നമ്മൾ റെക്ടാങ്കിൾ എന്ന് വിളിക്കില്ല. എല്ലാ സൈഡും, എല്ലാ ആംഗിളും 90. എല്ലാ ആംഗിളും 90 ആയതുകൊണ്ട് മാത്രം അത് റെക്ടാങ്കിൾ ആവണമെന്നില്ല. അതാണ് 2 കാര്യങ്ങൾ നമ്മൾ തെളിയിക്കണം. ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്,
എല്ലാ ആംഗിളും 90 ആണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ തെളിയിച്ചാലേ ഒരു റെക്റ്റാങ്കിൾ എന്താവുള്ളൂ, റെക്റ്റാങ്കിൾ ആവുള്ളൂ. മനസ്സിലായ? റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന സംഗതി റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ അതിന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം. എന്താ? അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ, പിന്നെ ഓൾ ആംഗിൾസ് ആർ 90 ട്ടോ. ഇത്ര ഉണ്ടെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആയി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇതെവിടെ വരച്ചിട്ട് കാണാല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ ഇതില് വരുന്നുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നോക്കൂ, ഇവിടെ നമ്മള് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ, അതിപ്പോ ഈ സൈഡ് ഈക്വൽ ആണെന്ന് നമുക്ക് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ അവര് പറഞ്ഞുള്ളത്? ഇതെന്താ സാധനം? മൊത്തത്തില് ഹെക്സഗൺ എന്ന് മാത്രം പറഞ്ഞാൽ തെറ്റാണ്. അതിന്റെ കൂടെ ഒരു വാക്ക് ചേർക്കണം. റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇത് രണ്ടും ഈക്വൽ ആണ്. അതായത് എല്ലാ സൈഡും ഈക്വൽ ആണല്ലോ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡ് ഈക്വലായി. ഇനി ഇത് രണ്ടും ഈക്വൽ ആണ്, അത് നമ്മൾ തെളിയിക്കണം. കാരണം അവര് പറഞ്ഞിട്ടില്ല. അപ്പൊ അതെങ്ങനെ തെളിയിക്കുക? ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് തെളിയിച്ചൂടെ? നേരത്തെ തെളിയിച്ചാലേ നമ്മള്. ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആകുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ് അല്ലേ ഇത്? ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആകുമ്പോൾ ഇത് രണ്ടും ആ രണ്ട് ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് പാർട്സ് ആണ്. അപ്പൊ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആവില്ലോ. അപ്പൊ ഈ സൈഡിന് ഈക്വൽ ആവില്ലേ? ശരിയല്ലേ? പറയൂ, എന്താ സംശയം? അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തെളിയിച്ചു. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി എല്ലാ ആംഗിളും 90 ആണെന്ന് തെളിയിക്കണം. അപ്പൊ അതെങ്ങനെ തെളിയിക്കും? പോട്ടെ, കറക്റ്റാ? 120 120 മൈനസ് 30. വെരി ഗുഡ്. അതാരാ പറഞ്ഞ ആള്? ഒരു മിനിറ്റ് കേട്ടാ. ഹലോ, പറയ്. ഇടും കേട്ടാ, കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. ഓക്കെ. അപ്പോ ഇത് മൊത്തം 120 ആണ്. എല്ലാ ആംഗിളും 120 ആണല്ലോ. ഇത് 120 ആണ്. അപ്പൊ ഇത് 30. നേരത്തെ പറഞ്ഞു ഇത് 30. അപ്പോ ഈ 120 30 മൈനസ് ചെയ്താൽ 90 ആയില്ലേ? അപ്പൊ 90. ഇതുപോലെ ഇതെല്ലാത്തിനും ബാധകം. അപ്പൊ ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഇനി പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് എഴുതിയാലോ? അപ്പൊ ആദ്യം നമുക്ക് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ തുടങ്ങാം. അതായത് ഇൻ റെക്ടാങ്കിൾ ഏതാ? അതായത് ഇൻ ക്വാഡ്രിലാറ്ററൽ ഏതാ? ACDF. ക്വാഡ്രിലാറ്ററൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ ചതുരം വരച്ച്. അതില് AF ഈക്വൽ CD. എന്താ കാരണം? റെഗുലർ ഹെക്സഗൺ അല്ലേ? വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സൈഡ്സ് ഓഫ് റെഗുലർ ഹെക്സഗൺ. അങ്ങനെ എഴുതിയാ പോരെ? ക്ലിയർ ആയില്ലേ? ഇനി ട്രയാങ്കിൾ ABC ഈക്വൽ ട്രയാങ്കിൾ DEF. റീസൺ നമ്മൾ നേരത്തെ തെളിയിച്ചതാ, അതുകൊണ്ട് ഞാൻ വിശദീകരിച്ചെഴുതുന്നില്ല. SAS
ഇങ്ങനെ എഴുതിയാൽ മതി. രണ്ട് സൈഡും ഒരു ആംഗിളും അപ്പുറത്തും ഇപ്പുറത്തും ഈക്വൽ ആയില്ലേ? ശരിയല്ലേ? അപ്പൊ ഇത് വിശദീകരിക്കുന്നില്ല, മാഷ് ഇങ്ങനെ എഴുതി. therefore എന്താ AC ഈക്വൽ DF. എന്താ റീസൺ? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് എന്താ ഈക്വൽ ട്രയാങ്കിൾ. corresponding parts of equal triangle. ഓക്കെ, ഇനി അപ്പൊ ഇത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് തെളിയിച്ചു. ഇനി നമുക്ക് എല്ലാ ആംഗിളും 90 ആണെന്ന് തെളിയിക്കണം. അതെങ്ങനെ തെളിയിക്കാം നോക്കുക. 30 മൈനസ് ചെയ്ത്, അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? അത് നമ്മൾ തേടി പറയണ്ടേ? അതെങ്ങനെ പറയാൻ ചോദിച്ചാൽ ആംഗിൾ ബി ഈക്വൽ ടു 120. റീസൺ ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സാഗൺ. അത് മനസ്സിലായല്ലോ? റെഗുലർ ഹെക്സാഗൺ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 120 ഇട്ടാ വായിക്കാൻ പറ്റില്ലേ? therefore angle BAC ഈക്വൽ എത്ര? 30. എന്താ റീസൺ ചോദിച്ചാൽ രണ്ട് ആംഗിളും ഈക്വൽ ആണ്, കാരണം ഐസോസെൽ. ശരിയല്ലേ? ഐസോസെൽ ട്രയാങ്കിൾ. ശരിയല്ലേ? ഐസോസെൽ ട്രയാങ്കിളിന്റെ ആംഗിൾ ആണ് ഈ 30 30. അപ്പൊ ഐസോസെൽ രണ്ട് വശങ്ങൾ തുല്യമായാൽ അതിനെ പറയുന്ന പേരാണ് ഐസോസെൽ. therefore angle FAC, കൃത്യമായിട്ട് ഈ ആംഗിൾ പറയണം. FAC ഈക്വൽ 120 മൈനസ് 30 ഈക്വൽ എത്രയാ? 90. ശരിയല്ലേ? സിമിലർലി all angles of quadrilateral are 90. എല്ലാ ആംഗിൾസും എന്താകുന്നു? 90. therefore quadrilateral ACDF is എന്താ? റെക്ടാങ്കിൾ. എന്താ കാരണം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് all angles are 90. ഓക്കെ, ഇത് എഴുതാൻ പറ്റുമോ? എഴുതുമോ നിങ്ങള്? ഫോട്ടോ അയച്ചാൽ അതിന്റെ